നമ്മുടെ ഇടവക തിരുനാളുമായി ബന്ധപ്പെട്ട് നാം ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിൻ്റെ 2ാം ദിവസമായി ഇന്ന് ആരാധനാ ക്രമത്തെ സംബന്ധിച്ച ക്ലാസുകൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിച്ച തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ വികാർ ജനറൽ വലിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഐസക് പറപ്പള്ളിലച്ചനാണ്. പ്രിയപ്പെട്ട അച്ഛൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ലിറ്റർജി കമ്മീഷൻ ആരാധനാക്രമത്തെ സംബന്ധിക്കുന്ന സുനകദോസിന്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ മലങ്കര മേജർ സെമിനാരിയിൽ ബഹുമാനപ്പെട്ട ഷമ്മാശന്മാർക്ക് ആരാധനാക്രമത്തെ പറ്റി ക്ലാസ് എടുക്കുന്നതും ഷമാശന്മാരെ വിശുദ്ധ കുർബാനയുടെ റൂബ്രിക്സ് അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കുന്നതും ബഹുമാനപ്പെട്ട ഐസക് പറപ്പള്ളിലച്ചനാണ്. അതുപോലെ തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഗായക സംഘത്തിന്, പ്രത്യേകിച്ച് പൊതു പരിപാടികളുടെ ഗായക സംഘത്തിന് സഭയിൽ നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ഐസക് പറപ്പള്ളിലച്ചനാണ്. നമ്മുടെ ആരാധന ക്രമസംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നാം പഴയ നിയമ വായനയ്ക്ക് ഉപയോഗിക്കുന്ന പുസ്തകം, അതുപോലെ തന്നെ ലേഖനങ്ങൾ, നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് ഞായറാഴ്ചകളിലെ വായനയൊക്കെ ആരാധനാക്രമ കമ്മീഷന്റെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഐസക് പറപ്പള്ളിലച്ചനാണ്. ഒത്തിരിയേറെ ജോലികൾക്ക് ഇപ്പോഴും അച്ഛൻ ആരാധനാക്രമ കമ്മീഷനോട് ചേർന്ന് നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നു. നമ്മുടെ പെങ്കീസ നമസ്കാരത്തിനൊക്കെ നേതൃത്വം നൽകി വേണ്ടതായ തിരുത്തലുകൾ വരുത്തി അതിൻ്റെ എഡിറ്ററായിട്ടുള്ള ചുമതലയൊക്കെ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഐസക് പറപ്പള്ളിലച്ചനാണ്. ഈ ഔദ്യോഗിക ചുമതലകൾക്കൊക്കെ ഉപരിയായിട്ട് നല്ല ഒരു അജപാലകനാണ് പ്രിയപ്പെട്ട അച്ഛൻ, നല്ല സംഘാടകനാണ്, ഒത്തിരിയേറെ ശിഷ്യ സമ്പത്തുള്ള ഒരു നല്ല ഗുരുവാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ ശിഷ്യനായിരുന്നു ഞാനും മലങ്കര മേജർ സെമിനാരിയിൽ. അതുപോലെ തന്നെ നമ്മുടെ നിത്യ ഉപേനയുള്ള വേദ വായനാക്കുറിപ്പ് അല്ലെങ്കിൽ നമ്മുടെ സഭാ പഞ്ചാംഗം എല്ലാ വർഷവും ഐസക് പറപ്പള്ളിലച്ചൻ്റെ നേതൃത്വത്തിലാണ് സഭയിൽ ചിട്ടപ്പെടുത്തുന്നത്. അച്ഛനോടൊപ്പം ആ ജോലിയിൽ പങ്കാളിയാകുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ശിഷ്യൻ എന്ന നിലയിലാണ് ആ ജോലികളിലേക്ക് അച്ഛൻ എന്നെയും ക്ഷണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷമായിട്ട് സഭാ പഞ്ചാംഗം തയ്യാറാക്കുന്നതിൽ അച്ഛനോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് എനിക്കും കഴിയുന്നുണ്ട്. വളരെ പഞ്ച്വലായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ പഞ്ച്വലായിട്ട് എല്ലാ കാര്യങ്ങൾക്കും എത്തിച്ചേരുന്ന ഒരു വ്യക്തിയാണ് ഐസക് പറപ്പള്ളിലച്ചൻ. ഇന്നും നമുക്കൊക്കെ മുന്നേ നമ്മുടെ പള്ളിമേടയിലെത്തി നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ജപമാലയിൽ നമ്മുടെ ഇടവകയിൽ സംബന്ധിച്ച്, സന്ധ്യാപ്രാർത്ഥനയിൽ സംബന്ധിച്ച് ഒരുക്കത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛൻ ബലിയർപ്പിച്ചു. നല്ല മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ധാരാളം ഇടങ്ങളിൽ ആരാധനാക്രമത്തെ പറ്റി ക്ലാസ് എടുക്കുന്നു. വിശേഷിയ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്, ഷമാശന്മാരുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പ്രിയപ്പെട്ട അച്ഛൻ ക്ലാസ് എടുക്കുവാനായിട്ട് കടന്ന് പോകാറുണ്ട്. ഏറെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഐസക് പറപ്പള്ളിലച്ചനെ ഇന്നത്തെ ഈ ആരാധനാക്രമത്തെ സംബന്ധിക്കുന്ന ക്ലാസ്സിന് നേതൃത്വം നൽകുവാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ഗായക സംഘം നേതൃത്വം നൽകുന്ന ഒരു ഗാനത്തോടുകൂടി നമുക്ക് ഈ പ്രഘോഷണത്തിലേക്ക്, പ്രബോധനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും ചേർന്ന് ഗായക സംഘത്തോടൊപ്പം ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട വത്സല ശിഷ്യൻ, ബഹുമാനപ്പെട്ട യുവനച്ഛൻ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും അടുത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു മണിക്കൂർ സമയം നമ്മൾ ആരാധനാപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് അപരിചിതമായൊരു കാര്യമല്ല എനിക്കറിയാം. എങ്കിലും നമ്മളെല്ലാ ദിവസവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെ പറ്റി, നമ്മുടെ ആരാധനക്രമത്തെ പറ്റി അത്യാവശ്യം ഒരു മലങ്കര സുറിയാനി കത്തോലിക്കൻ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏതാനും കാര്യങ്ങൾ. വളരെ കടൽ പോലെ കിടക്കുന്ന ഒരു വിഷയമാണ്, നിങ്ങൾക്കറിയാം. എങ്കിലും ഏതാനും സമയം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചതിൽ എനിക്ക് വലിയ സന്തോഷം. ബഹുമാനപ്പെട്ട അച്ഛനോട് ഞാൻ ഈ കാര്യം ചോദിച്ചത്, എന്നെ ഇവിടേക്ക് സുർബാനയ്ക്ക് ക്ലാസ്സിനുമായിട്ട് ക്ഷണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ സുർബാന കഴിഞ്ഞിട്ട് 1 മണിക്കൂർ സമയം ഇതിനെപ്പറ്റിയുള്ള ക്ലാസ്സാണ് അച്ഛനെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് കുർബാന തുടങ്ങുന്നത്? കുർബാന തുടങ്ങുന്നത് 5:30-ക്കാണ്. 5:30-ക്ക് തുടങ്ങി കുർബാന കഴിഞ്ഞ് തീരുമ്പോൾ 7 മണിയാവും. പിന്നെ ഞാൻ ചോദിച്ചാൽ 1 മണിക്കൂർ ക്ലാസ് പിന്നീടോ ആളുകൾ ഇരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, ഈ തുബയൂര് ഈ ഇടവകയിലെ ആളുകൾ അച്ഛാ അങ്ങനെയാ അച്ഛാ, അവർ വന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ക്ലാസ്സൊക്കെ കേട്ട് ഇരുന്ന് പോവുള്ളൂ എന്നൊരു വലിയ അത്ഭുതം തോന്നി. കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ഈ കുർബാന കഴിഞ്ഞ് ഇത്രയും നേരം ആളുകൾ ഇരിക്കുന്നു. ഞാൻ നിങ്ങളെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. നിങ്ങളോടുള്ള ആദരവ് നിങ്ങൾ തന്നെ എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതും നമ്മുടെ ജീവിതവുമായി ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഞാൻ അച്ഛന് പറഞ്ഞു, അനേക വർഷങ്ങളായിട്ട് സെമിനാരിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്, ഇപ്പോഴും എടുക്കുന്നുണ്ട്. അനേക സ്ഥലങ്ങളിൽ പോയി ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. ഞാൻ ഈ വൈദിക വിദ്യാർത്ഥികൾ മാഷന്മാരോട് ഒക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അച്ഛന്മാരാകുമ്പോൾ ഒരു ഇടവകയിൽ ഒരു തിരുനാൾ വന്നു കഴിഞ്ഞാൽ 8-10 ദിവസം നമ്മളെല്ലാ ദിവസവും ഇവിടെ എത്ര ദിവസമുണ്ട്? 8 ദിവസം കണ്ടില്ലേ? 8 ദിവസം നമ്മളൊന്നിച്ച് കൂടുക. 8 ദിവസവും ഓരോരുത്തരും വന്ന് വിശുദ്ധാനം എടുപ്പിച്ച ഒരേ കാര്യം തന്നെ പറഞ്ഞു പോകാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ അത്യാവശ്യമായ 8 കാര്യങ്ങൾ. ഈ വർഷം 8 കാര്യങ്ങൾ ഇന്നതാണെങ്കിൽ അടുത്ത വർഷം വേറെ 8 കാര്യം. നമ്മുടെ ആളുകൾ പലതും അറിയുന്നില്ല എന്നുള്ളതാണ്. പലതിനെ പറ്റി നമുക്ക് ഗ്രാഹ്യമില്ല എന്നുള്ളതാണ്. പലതും കേൾക്കാതെ മരിച്ചു പോയിട്ടുള്ള, അത്യാവശ്യം ഈ കാര്യങ്ങളെല്ലാം അറിയേണ്ടുന്ന ആളുകൾ ഒരിക്കൽ പോലും അവർ കിട്ടാതെ മരിച്ചു പോയിട്ടുള്ള ധാരാളം മലങ്കര സുറിയാനി കത്തോലിക്കരുണ്ട്. അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് ആരും അങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഇങ്ങനെ നിങ്ങളുടെ വിചാരിച്ച് വളരെ ബുദ്ധിമാനായതുകൊണ്ട് അച്ഛനെല്ലാം അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് പ്രത്യേകിച്ചും എനിക്കിഷ്ടമുള്ള ഒരു ഫീൽഡ് കൂടി ആയതുകൊണ്ട് എനിക്കത് അതിൽ ഇരട്ടി സന്തോഷം. ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാനൊരു ക്യാമ്പസിൽ എനിക്ക് അപരിചിതമായ ഒരു ക്യാമ്പസിൽ, പക്ഷെ ഞാൻ ഏതോ ഒരു കാലത്ത് തുബയൂർ വന്നിട്ടുണ്ട്. എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട മുളയ്ക്കുള്ള ജെയിംസ് അച്ഛൻ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് ഒരേ വർഷം തന്നെ പട്ടം കിട്ടിയവരാണ്. 2 രൂപതകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് സെമിനാരിയിൽ ആലുവ സെമിനാരിയിൽ പഠിച്ച് വൈദിക പരിശീലനം പൂർത്തിയുന്ന ഭാഗ്യത്തിന് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോഴും മുളയ്ക്കുള്ള ജെറോം എന്ന പറഞ്ഞ പേരിലാണ് അത് അർപ്പിക്കാൻ സാധിച്ചൊരു വലിയ നിമിത്തമായി ഞാൻ കരുതുകയാണ്. ഞാൻ ഈ ക്യാമ്പസിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു ആത്മീയ അനുഭവം ഉണ്ടായി. എനിക്കൊരു ക്യാമ്പസിൽ കയറുമ്പോൾ അറിയാം. ആ ക്യാമ്പസിൽ കയറി കുറേയേറെ ഇരുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു. പള്ളി കയറി പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ പള്ളി എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാവും. എനിക്ക് വളരെ അത്ഭുതവും സന്തോഷവും തോന്നി. നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേരെ ഞാൻ ആദ്യം കാണുന്ന ഷിജു അങ്ങനെയാണ് ആദ്യം കാണുന്നത്. അച്ഛനെ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം കാണുന്നത്. അവൻ്റെ ആ പ്രകൃതവും താല്പര്യവും മിടുമിടുക്കും ഒക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി.
മദ്ബായിലേക്ക് വന്നപ്പോൾ നല്ല മിടുമിടുക്കൻ ചെറുപ്പക്കാരെ പിള്ളേരെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്ന എന്താവശ്യമുണ്ടോ പാനൊരല്പം തിരിഞ്ഞിരുന്നാൽ കറക്റ്റായി പിടിച്ചു വെക്കുന്ന അങ്ങനെയൊക്കെയുള്ള വളരെ നോക്കിക്കണ്ട് ചെയ്യുന്ന നല്ല മിടുമിടുക്കന്മാര്. പിന്നെ കുർബാനയോട് തുടങ്ങിയപ്പോഴോ നല്ല ഗായക സംഘം. നിങ്ങൾ കയ്യൊക്കെ അടിച്ച് നല്ല നല്ല മിടുമിടുക്കുന്ന പിള്ളേരെ. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പോകുന്നതാണ്. അത് ഈ ഇടവകയിൽ തന്നെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നന്നായിട്ട് പാടുന്നു, നിങ്ങളെല്ലാവരും അതിൽ സജീവമായി പങ്കുചേരുന്നു. അവിടെ ഞാൻ പറഞ്ഞത് ഒരു ക്യാമ്പസിൽ ഒരു പള്ളിയിൽ നമുക്ക് വന്നു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആ പള്ളിയിൽ ആത്മീയ പശ്ചാത്തലം കൂടി കിട്ടും. ഞാൻ അച്ഛനോട് കുറച്ച് സമയം സംസാരിച്ചു. ഇത് പറഞ്ഞ ഇടദിവസം പോലും ഒരു 10-50 പേര് വിശുദ്ധ കുർബാനയ്ക്ക് വരും. അതൊരു ഭയങ്കര കാര്യം തന്നെയാണ്. 50 അല്ല, ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ സാധിക്കുന്ന ആളുകളൊക്കെ തന്നെ എല്ലാ ദിവസവും അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി മാറ്റണം. നമ്മൾ ഈ സീറോമലബാറുകാരും പള്ളി ആദ്യമൊക്കെ ഒന്ന് രാവിലെ ഒന്ന് പോയി നോക്കി. അവർ ഞായറാഴ്ച പോലെ തന്നെ എല്ലാവരും ഇവിടെ സീറോമലബാറുകാരെ കെട്ടിച്ചു വന്ന ആളുകളുണ്ടാവും, സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. എത്രയോ ആളുകളോ വലിയ തിരക്കാണ്. നമ്മൾ എന്തുകൊണ്ടോ ഇതൊരു കാര്യം ഞായറാഴ്ചത്തേക്കുള്ളതാണ്. നീ ഇവിടെ പോ പള്ളി ഇന്നലെ കുർബാന എന്നുള്ള മട്ടിലാണ്. ഞായറാഴ്ചയല്ലേ എന്നുള്ള മട്ടിലാണ് നമ്മൾ. ഞായറാഴ്ചയല്ല, എല്ലാ ദിവസവും നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ദിനചര്യയുണ്ടെങ്കിൽ, പല്ല് തേക്കുന്നുണ്ടെങ്കിൽ, കുളിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയുടെ പങ്കാളിത്തവും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ അതിനുവേണ്ടി ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹമായിരിക്കും, അതൊരു വലിയ ശക്തിയായിരിക്കും എന്നുള്ളത് നമുക്കൊരു എക്സ്ട്രാ എനർജി കിട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് വരികയാണ്. നമ്മൾ ഈ പരിശുദ്ധ കുർബാന എത്രയോ വർഷമായി, ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് 77 വർഷമായി ഈ കൂട്ടായ്മയോട് രൂപപ്പെട്ടിട്ട്, അല്ലേ? 1948 ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 77 വർഷമായി. 77 വർഷം ഇവിടെ ഒരു ചാന്മാരൊക്കെ 80 വയസ്സിനുള്ളൊരു മേളിൽ ആരും ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ കണ്ണിലങ്ങോട്ട് പെടുന്നില്ല, അപ്പോൾ ഉണ്ടായിരിക്കാം. ഈ 77 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു തുവയൂര് ഈ കൂട്ടായ്മ എങ്ങനെയാണ് തുടങ്ങിയത്? എങ്ങനെയാണ് തുടങ്ങിയത്? എങ്ങനെയാ തുടങ്ങിയത്? 77 വർഷം നമ്മുടെ ഈ കൂട്ടായ്മ, തുവയൂർ കൂട്ടായ്മ തുടങ്ങിയത് ഒരു കുർബാന ചൊല്ലിയാണ്, അല്ലേ? തുവയൂരെന്ന് മാത്രമല്ല, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഇന്ന് 1000-ൽ പരം ഇടവകൾ, 1200ഓളം ഇടവകളുണ്ട്, ചെറുതും വലുതും. 1200ഓളം ഇടവകൾ 1930 മുതൽ ഇന്ന് 2025 വരെ എത്തി നിൽക്കുമ്പോൾ ഇത്രത്തോളം ഇടവകൾ എല്ലാം ആരംഭിച്ചത് ഒരു കുർബാനയിലാണ്, ഒരു കുർബാന ചൊല്ലി തുടങ്ങിയതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 1930 നമ്മൾ ഈ കൂട്ടായ്മ പുനരൈക്യത്തിലൂടെ ആരംഭിക്കുമ്പോൾ ഒരൊറ്റ ഇടവകയില്ല, ഒരൊറ്റ രൂപതയില്ല, ഒരൊറ്റ മെത്രാനില്ല, ഒരൊറ്റ വൈദികനില്ല, ഒരു സ്ഥാപനമില്ല, നമുക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല. പുനരൈക്യപ്പെട്ട 5 പേര് മാത്രം. നമ്മുടെ എന്ന് പറയാൻ ഒരു കുടുംബമില്ല, ഒന്നുമില്ല. ദൈവം പ്രപഞ്ചത്തെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതുപോലെ തന്നെ 1930 മുതൽ ഈ കാര്യങ്ങൾ ഇന്ന് പ്രിയമുള്ള മക്കളെ അഭിമാനത്തോടെ, അഹങ്കാരത്തോടെയല്ല, അഭിമാനത്തോടെ നമ്മൾ പറയണം, നമ്മളെ ദൈവം വളർത്തിയതാണ്, വിശുദ്ധ കുർബാനയിലൂടെ വളർത്തിയതാണ്. അഭിമാനത്തോടെ മറ്റേത് സഭയെക്കാളും നമുക്ക് പറയാൻ സാധിക്കും, കുർബാന ചൊല്ലി വളർന്നവരാണ് മലങ്കര സുറിയാനി കത്തോലിക്കർ. തുവയൂരും അങ്ങനെ തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ലല്ലോ. എവിടെ 5-10 പേര് ഒന്നിച്ചു കൂടിയാൽ അവിടെ ഒരു പ്രാർത്ഥനായോഗം ഒക്കെ പതിയെ ഉണ്ടാക്കി. അന്നൊന്നും അധികം പേരിൽ അച്ഛന്മാരൊന്നും ഇല്ലല്ലോ. ഒരു 10 പേര് എവിടെയെങ്കിലും, 15 പേര് എവിടെയെങ്കിലും ഒന്നിച്ചു കൂടിയാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് എവിടെയെങ്കിലും ഒന്ന് കൂടി അവിടെ ഒരു പ്രാർത്ഥനായോഗം ഒക്കെ ഉണ്ടാക്കി പ്രാർത്ഥിച്ചു തുടങ്ങി. അത് കഴിയുമ്പോൾ 5 പേരോട് കൂടുമ്പോൾ എവിടുന്നെങ്കിലും ഒരു അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട്, അച്ഛാ വന്നൊരു കുർബാന ചൊല്ലി തരണമേ എന്ന് പറഞ്ഞ് എവിടുന്നോ ഒരച്ഛനെ കൊണ്ടുവന്ന് അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് ഈ 1200 ഇടവകളും തുവയൂർ ഉൾപ്പെടെ. അപ്പൊ നമ്മളെങ്ങനെയാ വളർന്നത്? കുർബാന ചൊല്ലി തുടങ്ങി
കുർബാനയിലൂടെ മാത്രം വളർന്നവരാണ് മലങ്കര സുറിയാനി കത്തോലിക്ക. ഒന്നുമില്ലാത്തിടത്തുനിന്ന് നമ്മൾ ഇന്ന് തുടങ്ങി ഒരു രൂപതയോ ഒരു ഇടവകയോ ഒരു വൈദികനോ ഒരു മെത്രാനോ ഒരു സംവിധാനമോ ഒരു സ്ഥാപനമോ ഒന്നും ഇല്ലാതെടുത്തും നമ്മളിന്ന് തുടങ്ങി ഇന്ന് 12 രൂപതകൾ, 16 മെത്രാന്മാർ, ഒരു മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ്, മാർപ്പാപ്പായെ തെരഞ്ഞെടുക്കാൻ അധികാര അവകാശമുള്ള ഒരു കർദിനാൾ, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു അപ്പസ്തോലിക് നുൻഷിയോ, 1000-ൽ പരം വൈദികർ, 2000-ൽ പരം സന്യസ്തർ, 1000-ൽ പരം ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ, 500-ൽ പരം വൈദിക വിദ്യാർത്ഥികൾ, 5 ലക്ഷത്തോളം ആളുകൾ. എങ്ങനെയാ കുർബാന ചൊല്ലി വളർന്നു എന്നുള്ളതാണ്. കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഓരോ കൂട്ടായ്മയും വളർന്നു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ പറ്റി നമ്മൾ അതിൽ പങ്കുചേരുമ്പോ നന്ദിയോടുകൂടി, ഇന്ന് 77 വർഷം കഴിഞ്ഞ് കൂട്ടായ്മ നിൽക്കുമ്പോ നമ്മുടെ എല്ലാ മനസ്സിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോ ഒരു നന്ദിയുള്ള ഹൃദയവുമായിട്ട് വേണം നമ്മൾ നിൽക്കാൻ. കാരണം നമ്മൾ വളർന്നത് മറ്റൊന്നിലൂടെയുമല്ല മറ്റാരുമല്ല. നമ്മൾ വളർന്നിട്ടുള്ളത് വിശുദ്ധ കുർബാന ചൊല്ലി വളർന്നിട്ടുള്ളവരാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ ഇടവകയിലെ എല്ലാവരും, നിങ്ങളുടെയൊക്കെ അപ്പച്ചന്മാരെ അമ്മച്ചിമാര്, അവരെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. അവരൊക്കെ നമ്മളെ ഇങ്ങനെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന് കുർബാനയുടെ മുമ്പിൽ നിർത്തി കുർബാന ചൊല്ലി ശക്തി വാങ്ങി നമ്മൾ വളർന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അപ്പന്മാരും അമ്മമാരും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് നമ്മൾ എന്നും അർപ്പിക്കുന്ന ഈ കുർബാന എന്താണ് യഥാർത്ഥത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുർബാന ഞാൻ അച്ഛനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ചോദിക്കാതിരിക്കാൻ ഉള്ളതില്ല. കാരണം 14 വർഷങ്ങളായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഈ അച്ഛനോടും ഒക്കെ ചോദിച്ചിട്ടുള്ള പോലെ നിങ്ങളോടൊക്കെ നമ്മുടെ കുർബാന ഏത് ലിറ്റർജിക്കൽ ഫാമിലിയിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ ഏത് ട്രഡീഷനിൽ പെടുന്നതാണ് നിങ്ങൾക്കറിയാം. ഇതൊക്കെ അറിയാവുന്നേ. എന്താണ് ആന്റിയോക്യൻ ലിറ്റർജിക്കൽ ഫാമിലിയിൽ വരുന്ന ഫാമിലി. ലിറ്റർജിക്കൽ ട്രഡീഷൻസ് ഉണ്ട്, ലിറ്റർജിക്കൽ ഫാമിലീസും ഉണ്ട്. നമ്മൾ കുർബാനയെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, എവിടെ ഉള്ളവരാണ്, ആരാണ്